വന്ദേ ഭാരത് വന്നപ്പോഴൊക്കെ ചിലർക്ക് ചൊറിയായിരുന്നു. നമോ ഭാരത് വരുമെന്ന് കേട്ടപ്പോഴും ചിലർക്ക് സഹിച്ചില്ല. വന്ദേ ഭാരത് വന്ന ട്രെയിനിനോട് എന്താണ് ഇത്ര കലിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കലിപ്പൊന്നുമില്ല. വന്ദേ ഭാരത് എന്ന് കേൾക്കുന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ അസഹിഷ്ണുത, അവർക്ക് ഏറ്റവും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. കാരണം ഭാരതത്തിനെ നമിക്കുന്നു, ഭാരതത്തിനെ സ്തുതിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആ ട്രെയിനിന് നേരെ കല്ലേറുണ്ടായത്. അത് എവിടേക്കാണ് കല്ലേറുണ്ടായത്? കല്ലേറുണ്ടായത് പശ്ചിമ ബംഗാളിലുണ്ടായി. നമുക്കറിയാമല്ലോ പശ്ചിമ ബംഗാൾ എന്താണ്, മുർഷിദാബാദ് അടക്കമുള്ള മേഖലയുള്ള സ്ഥലമാണ്. ഈ പറയുന്ന പശ്ചിമ ബംഗാൾ, ഒറീസ അതുപോലുള്ള സ്ഥലങ്ങളിൽ, പിന്നെ ഈ പറയപ്പെടുന്ന പോലെ ചില വിഭാഗങ്ങൾ കൂടുതലുള്ള ഈ മേഖലകളിലൊക്കെയാണ് വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കും വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്കും നേരെയൊക്കെ വലിയ തോതിൽ കല്ലേറുകളുണ്ടായി. ഇനി കല്ലെറിയാൻ വന്നാൽ വിവരമറിയും എന്നുള്ളതാണ് റെയിൽവേ പറയുന്ന ഒരു കാര്യം. കേരളത്തിലും കല്ലേറുണ്ടായി. നമുക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് തലയിൽ പരിക്കേറ്റതൊക്കെ ഇവിടെ വലിയ വാർത്തയായതാണ്. അത്തരത്തിൽ ട്രെയിന് നേരെ ആക്രമണം നടത്തുന്നത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി ആക്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നൽകുമെന്നാണ്. അപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇവിടെ മുമ്പുള്ളതല്ലേ, നമുക്കൊക്കെ അറിയാമല്ലോ അവരെന്താണെന്ന്. ലാത്തിയും കൊണ്ട് നടക്കുന്ന ടീമല്ലേ? അല്ല കേട്ടോ, അതൊന്ന് മാറിയിട്ടുണ്ട്. അതിനകത്തേക്ക് പ്രത്യേക സുരക്ഷാ കമാൻഡോകൾ എത്തിയിട്ടുണ്ട്. കോറസ് എന്ന പേരുള്ള റെയിൽവേ ഒരുക്കിയിട്ടുള്ള പ്രത്യേക പോലീസ് സേനയിൽ നിന്ന് കമാൻഡോ ട്രെയിനിങ്ങോട് കൂടി NSGക്ക് തുല്യമായിട്ടുള്ള കമാൻഡോ ട്രെയിനിങ്ങോട് കൂടി എത്തിയിരിക്കുന്ന കോറസ് കമാൻഡോകളാണ്. ആ കമാൻഡോകൾ ഇനി കല്ലെറിഞ്ഞിട്ട് ഓടുന്നവൻ്റെ പള്ളയ്ക്കുണ്ട കയറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് കോറസ് കമാൻഡോകൾ എന്ന് കൂടി അറിഞ്ഞിരിക്കണം. വന്ദേ ഭാരതിന് കല്ലെറിയാൻ നിൽക്കുന്നവൻ്റെ നെഞ്ചിൽ വെടിവെക്കാൻ അധികാരമുള്ള കമാൻഡോകളാണ് കോറസ് കമാൻഡോകൾ. കമാൻഡോ ഫോർ റെയിൽ സെക്യൂരിറ്റി എന്നുള്ളതാണ് ഈ കോറസ് കമാൻഡോസിൻ്റെ ഫുൾ ഫോം ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. കമാൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് കേട്ടിട്ടുണ്ട്. CRPFൻ്റെ കോബ്ര കമാൻഡോസിന് അറിയാം. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്കാണെങ്കിൽ ഘാതക് കമാൻഡോസ് ഉണ്ട്. ഘാതക് എന്ന് പറഞ്ഞാൽ കൊലയാളികളാണ്. നമുക്ക് സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട്, പാരാ റെജിമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട്. ആ സ്പെഷ്യൽ ഫോഴ്സുകളിലെ കമാൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ശത്രു സൈന്യത്തിന് പിന്നിലേക്ക് പോയി അവിടെ നിന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ള സ്പെഷ്യൽ ഫോഴ്സുകളാണ് എയർബോൺ കമാൻഡോസ് എന്നൊക്കെ പറയുന്ന പാരാച്യൂട്ട് റെജിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കമാൻഡോസ്. ഇനി അതുമല്ല, നമുക്ക് NSG അറിയാമല്ലോ, നമ്മളുടെ ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണ് NSG. ആ NSGയുടെ കമാൻഡോകളും നമുക്കുണ്ട്, കേരള പോലീസിൻ്റെ തണ്ടർ ബോൾട്ട് വരെ. അപ്പോൾ അങ്ങറ്റത്ത് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോസ്, ഗരുഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന മാർക്കോസ്, എയർബോൺ കമാൻഡോസ്, ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിവിടെ കേരളത്തിലെ തണ്ടർ ബോൾട്ട് വരെ അറിയാം. ഇനി അറിഞ്ഞോളൂ, റെയിൽവേ പോലീസിന് ഒരു കമാൻഡോ ഫോഴ്സ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ കമാൻഡോ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല എന്നുള്ളത് കൂടിയാണ്. പ്രധാനമായിട്ടും ഇതിനെ രൂപീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ജമ്മു, ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് വേണ്ടിയിട്ടാണ്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, റെയിൽവേ അട്ടിമറികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യാക്രമണം നടത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബോംബ് നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട്, സ്നൈപ്പർ ടീമുകൾ, ശ്രദ്ധിക്കണം, സ്നൈപ്പർ ടീമുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. റെയിൽവേക്ക് സ്നൈപ്പർ ടീമുകൾ ഉണ്ടാകുന്നു. ദൂരെ നിന്ന് കല്ലെറിഞ്ഞിട്ട് ഓടാമെന്ന് വിചാരിക്കേണ്ട, ഏതാണ്ട് 1 കിലോമീറ്റർ വരെ റേഞ്ചുള്ള സ്നൈപ്പറുകളുണ്ട്. ആ സ്നൈപ്പറുകളിൽ നിന്നായിരിക്കും ഉണ്ട വരുന്നത്. കല്ലെടുത്ത് ഓങ്ങുമ്പോൾ തന്നെ നെഞ്ചിൽ ഉണ്ട കയറിയെന്ന് വന്നേക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ കോറസ് കമാൻഡോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബന്ദിമോചനം, ഏതെങ്കിലും ട്രെയിനുകളൊക്കെ ആക്രമിച്ച് കൊള്ളയടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും ഉണ്ടാകും കോറസ് കമാൻഡോകൾ. അപ്പോൾ ബന്ദിമോചനം നടത്താനും കൃത്യമായി ആസൂത്രണം ചെയ്ത് ആക്രമണം നടത്താനും ഇവർക്കറിയാം. ഇവർക്ക് പൈലറ്റ് വെഹിക്കിളുകളുണ്ട്. ഒരു ട്രെയിന് പോകുന്നതിന് മുൻപ് കൃത്യമായി പാതയിലെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഇവർക്ക് കഴിയും. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. അനധികൃതമായിട്ട് റെയിൽവേയുടെ ഏതെങ്കിലും സ്വത്തിൽ കടന്നു കയറുകയോ റെയിൽവേയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കാനോ നശിപ്പിക്കാനോ ശ്രമിക്കുകയോ ചെയ്താൽ ഇവർക്ക് വെടിവെക്കാൻ കഴിയും. ഇവർ കൊന്നുകളയും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പച്ചമായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിൽ റെയിൽവേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ കൃത്യമായി നേരിടും. 327 കിലോമീറ്റർ നീളമുള്ള ദൈർഘ്യമുള്ള ജമ്മു, കട്ര, ശ്രീനഗർ, ബാരാമുള്ള ട്രെയിനിലാണ് ആദ്യമായിട്ട് ഇവരുടെ സുരക്ഷ ഒരുക്കുന്നത് എന്നുള്ളതാണ്. 21 അംഗ കമാൻഡോകളെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ്. 14ാം ബറ്റാലിയൻ റെയിൽവേ സ്പെഷ്യൽ പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറിയാമല്ലോ, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഒക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ മതി, സാധാരണ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നിന്ന് വ്യത്യാസമായിട്ട് കമാൻഡോ എന്ന് എഴുതിയിട്ടുള്ള ബാഡ്ജ് അടക്കമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് റെയിൽവേ സ്പെഷ്യൽ പോലീസ് ഫോഴ്സിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർ കമാൻഡോസാണ്. ആ കമാൻഡോയിൽ നിന്ന് എലൈറ്റ് കമാൻഡോസ് ആയിട്ടാണ് കോറസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിരിക്കുന്ന ആൾക്കാർ, NSGയുടെ പരിശീലനം കിട്ടിയ ആൾക്കാർ, കൃത്യമായിട്ടുള്ള ടാക്ടിക്കൽ ഓപ്പറേഷനുകൾ നടത്താൻ കഴിയുന്ന ആൾക്കാർ, അവരെ കൊണ്ടാണ് 21 അംഗ പുതിയ ഒരു കമാൻഡോ വിങ്ങിൻ്റെ ഗ്രൂപ്പിനെ ജമ്മു
ശ്രീനഗർ ട്രെയിനിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. 327 കിലോമീറ്ററാണ് ആ റെയിൽവേയുടെ ദൈർഘ്യമുള്ളത്. അതിനാണ് 21 അംഗ കമാൻഡോകൾ സുരക്ഷ ഒരുക്കുന്നത്. ഇനി റെയിൽവേയുടെ സുരക്ഷാ പദ്ധതികളാകെ തന്നെ മാറുകയാണ്. ഓരോ 2 കിലോമീറ്ററിലും റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകും. ഓരോ 2 കിലോമീറ്ററിലും സുരക്ഷാ കേന്ദ്രങ്ങളുണ്ടാകും. അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസിൻ്റെ സ്റ്റേഷനുകളുണ്ടാകും. അതല്ലെങ്കിൽ നമ്മളുടെ കേരള പോലീസിൻ്റെ സുരക്ഷാ കേന്ദ്രങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും കമാൻഡോ വിങ്ങുകളും സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സുകളും അടക്കമുള്ളവർ ഉണ്ടായിരിക്കുക എന്നുള്ള 14-ാം ബറ്റാലിയൻ റെയിൽവേ സ്പെഷ്യൽ പോലീസ് ഫോഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. 1962 റെയിൽവേ സ്പെഷ്യൽ പോലീസ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. 2019 കമാൻഡോ ഫോഴ്സ് രൂപീകൃതമായി. അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് നക്സൽ ബാധിത മേഖലകൾ. നമുക്കറിയാമല്ലോ, റെഡ് കോറിഡോർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ചുവപ്പ് തീവ്രവാദികളുടെ, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുടെ മേഖലകളിൽ നിന്ന് മോചനം, ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് യാത്ര ചെയ്യാനും സുരക്ഷയൊക്കെ. പണ്ട് ഏതാണ്ട് 16 കൊല്ലം മുമ്പ് 2010-ലോ 2011-ലോ ആണെന്ന് തോന്നുന്നു, ഒരു റെയിൽവേ അട്ടിമറി ഉണ്ടായിരുന്നു. ഏതാണ്ട് നമ്മുടെ കിഴക്കൻ ഭാരതത്തിൻ്റെ ഭാഗത്തായിട്ട് ഒറീസ മേഖലകളോ, ഒറീസ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം പടർന്നിരിക്കുന്ന മേഖലകളിൽ റെയിൽവേ അട്ടിമറി നടന്നിരുന്നു. റെയിൽവേ പാളത്തിൽ ബോംബ് വെച്ച് ട്രെയിനെ തകർത്തിരുന്നു. അപ്പോൾ അതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു 2019 ഈ കമാൻഡോ വിങ്ങിനെ രൂപീകരിച്ചത്. അത് കൃത്യമായിട്ടും ഫലപ്രദമായിട്ടും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഈ പറയുന്ന തീവ്രവാദികളെ അമർച്ച ചെയ്തിട്ടുമുണ്ട്. അവിടെ ഇപ്പോൾ ഈ പറയുന്ന മാവോയിസ്റ്റ് തീവ്രവാദ ഭീഷണി ഭാരതത്തിൽ നിന്ന് മുക്തമായതോടുകൂടി തന്നെ ഇപ്പോൾ ആ വിങ്ങുകളെ മറ്റു മേഖലകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലടക്കം ട്രെയിനുകൾക്ക് നേരെ വന്ദേ ഭാരതിനെ കാണുമ്പോൾ ചൊറിയുന്ന അസുഖമുള്ളവന്മാരുണ്ടല്ലോ, ആ ഉള്ളവന്മാർക്കൊക്കെ ഇനി ഉണ്ട കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റെയിൽവേ ട്രെയിനിൻ്റെ മുന്നിലും പിന്നിലും അതിൻ്റെ വശങ്ങളിലുമൊക്കെ തന്നെ കൃത്യമായിട്ട് ഗൺ പോയിന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവരവിടെ ഇരുന്നു കൊണ്ട് ഫയർ ചെയ്യും. ഏതെങ്കിലും ഒരുത്തൻ ട്രെയിനിന് നേരെ അനാവശ്യമായ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് വരികയോ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രെയിനിന് നേർക്ക് ഏതെങ്കിലും കല്ലെറിയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബുള്ളറ്റ് ആയിരിക്കും തലയിൽ കയറുക, ഇല്ലെങ്കിൽ നെഞ്ചിൽ കയറുക എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ തലവനായിട്ടൊരു IG ആണ് ഉണ്ടായിരിക്കുക. ആ IG-ക്ക് കീഴിൽ DIG-മാരുണ്ടാകും, DIG-മാരിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർമാരുണ്ടാകും, അതിന് താഴെ ഇൻസ്പെക്ടർമാരുണ്ടാകും, ഇൻസ്പെക്ടർമാർക്ക് താഴെ സബ് ഇൻസ്പെക്ടർമാരും ASI-മാരും, അതിന് താഴെ ഹെഡ് കോൺസ്റ്റബിൾമാരും, അതിന് താഴെ കോൺസ്റ്റബിൾമാരും ഒക്കെ ഈ പറയുന്ന കമാൻഡോ വിങ്ങുകളിൽ ഉണ്ടാകുന്നതാണ്. സ്ത്രീകളടക്കമുള്ളവർ ഈ കമാൻഡോ വിങ്ങിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്ത്രീകളെ കൊണ്ട് ട്രെയിനിൽ എന്തെങ്കിലും ആക്രമണം നടത്താമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അതിനെയും പൊളിച്ച് കൈയിൽ കൊടുക്കും. ഇപ്പോൾ ബുർഖയൊക്കെ ഇട്ട് വന്നിട്ടേ, ഈ എന്തോന്നാ ഒരു ചാക്കുള്ള സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ആക്രമണം നടത്താമെന്നോ ഇല്ലെങ്കിൽ സ്ത്രീയാണെന്നുള്ള പരിരക്ഷ കിട്ടുമെന്നോ വിചാരിക്കേണ്ട. കമാൻഡോ സ്ത്രീകളുമുണ്ട് അവിടെ. ആ സ്ത്രീകൾ വരും, അവർ കൃത്യമായി പരിശോധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനോ അതിക്രമത്തിനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ ആയുധം അവർ പ്രയോഗിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സുരക്ഷ, ഭാരതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോക്കിലുമുള്ള സുരക്ഷ അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മുടെ സർക്കാർ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് കോറസ് എന്ന് പറയുന്ന കമാൻഡോ വിങ് ഇപ്പോൾ രൂപീകൃതമായിരിക്കുന്നത്. അവർ വിന്യസിച്ചിരിക്കുന്നു വിവിധ മേഖലകളിലായിട്ട്. ഇനി വന്ദേ ഭാരതിന് കല്ലെറിയുന്നവൻ രണ്ടാമതൊന്ന് ആലോചിച്ചോ, ഇല്ലെങ്കിൽ നെഞ്ചിൽ ഉണ്ട കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റൊന്ന്, ഈ പറയുന്ന റെയിൽവേ സുരക്ഷയുടെ ഭാഗമായിട്ട് QRT, അതായത് ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ എല്ലാ മേഖലകളിലും, അതായത് സിവിലിയൻ വേഷങ്ങളിൽ കൂടി ഉണ്ടാകുമെന്നുള്ളതാണ്. ട്രെയിനിനകത്ത് സാധാരണയായിട്ട് നമുക്കറിയാമല്ലോ, ട്രെയിനിനകത്തുണ്ടാവുക പോലീസ് യൂണിഫോം ധരിച്ച പോലീസുകാരൊക്കെ ആയിരിക്കും. ഇനി സിവിൽ ഡ്രസ്സിലും കമാൻഡോകൾ ഉണ്ടാകും എന്നുള്ളതാണ്. സാധാരണ എയ്റോപ്ലെയിനുകളിലൊക്കെ, അതായത് പാസഞ്ചർ വിമാനങ്ങളിലൊക്കെ കൃത്യമായിട്ട് മാർഷൽമാരുണ്ടാകുന്നത് പോലെ മാർഷൽമാർ ഈ പാസഞ്ചറിൻ്റെ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അവർ പ്രത്യേകിച്ച് ആയുധമോ ഒന്നും കയ്യിൽ കരുതിയത് വരില്ല, പക്ഷേ അവർക്ക് വേണ്ട ആയുധങ്ങൾ അവിടെ കൃത്യമായിട്ട് എത്തുകയും ചെയ്യും. അത്തരത്തിൽ ഈ മാർഷൽമാർ വിമാനത്തിന് സുരക്ഷ ഒരുക്കുന്നത് പോലെ ഇനി മുതൽ ട്രെയിനിൽ സുരക്ഷ ഒരുക്കാനായിട്ട് കമാൻഡോകൾ സിവിൽ ഡ്രസ്സിലുണ്ടാകും. പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അവരുടെ കയ്യിൽ കൃത്യമായ ആയുധങ്ങളുണ്ടാകും. ആയുധങ്ങൾ കൃത്യമായ രീതിയിൽ അവർ പ്രയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ട്രെയിനിനകത്തും പുറത്തും സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡോ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാവുകയാണ്. വലിയ സുരക്ഷ അവർ ഉണ്ടാക്കാൻ പോകുന്നു. തുരങ്കങ്ങൾ, പാലങ്ങൾ, അതുപോലുള്ള സംവിധാനങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ റെയിൽവേയുടെ പോലീസ് ഫോഴ്സും കമാൻഡോസും ഒക്കെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയുടെ വലിയ നേട്ടങ്ങളും അഭിമാന നിമിഷങ്ങളുമൊക്കെ നമ്മൾ നിരന്തരമായി ആഘോഷിക്കാറുണ്ട്. ആ ആഘോഷങ്ങളുടെ മറ്റൊരു പതിപ്പ് കൂടിയാണ് ഇപ്പോൾ എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി വന്ദേ ഭാരതിന് കല്ലെറിയാൻ നിൽക്കുന്നവർ ഒന്ന് ആലോചിച്ചോളൂ.
നിങ്ങളുടെ കാലന്മാർ ആ ട്രെയിനിൽ തന്നെയുണ്ട്. അതിൽ നിങ്ങളുടെ നേരെ ഒരു ലെൻസ് പോയിന്റ് ചെയ്തിരിപ്പുണ്ട്, ഒരു ബാരൽ പോയിന്റ് ചെയ്തിരിപ്പുണ്ട്. അധികം വൈകാതെ നിങ്ങൾ ഓങ്ങുന്നതിന് മുൻപ് തന്നെ, കല്ലെറിയാൻ ഓങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ബുള്ളറ്റ് പാഞ്ഞു വരുന്നുണ്ടെന്ന് ഓർത്തോണം. അതുകൊണ്ട് വന്ദേ ഭാരതിനോ ഇല്ലെങ്കിൽ ശതാബ്ദിക്കോ ജനശതാബ്ദിക്കോ ഒക്കെ കല്ലെറിയാൻ നിൽക്കുന്നവർ ഒന്ന് ഓർത്തോളൂ, അവിടെ കമാൻഡോസ് ഉണ്ടെന്ന്.